അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് സങ്കടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇനി അത് ഇതിൽ കണ്ട് സിമ്പതി പറ്റാനോ അങ്ങനെയൊന്നുമല്ല. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമതായിട്ട് ഈ പാവപ്പെട്ടവർക്ക് മുന്നിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ് പണത്തിൻ്റെ പേരിൽ പണമില്ലാത്തതിൻ്റെ അവസ്ഥ. അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കൂടപ്പിറപ്പ് തന്നെ പറയാം. എന്തിനും ഏതിനും നമുക്ക് മുന്നിൽ പണം വേണം. അത് പണം ഉണ്ടോ എന്നാൽ എല്ലാവരുടെ മുന്നിലും വില ഉണ്ടാവും. പണമല്ലേ എന്നാൽ ആരുടെ മുന്നിലും ഒരു വിലയും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിതൊക്കെ പറയണത് നിങ്ങൾക്കും അറിയില്ല, നിങ്ങൾക്ക് ഇനി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും പങ്കുവെക്കണേന് കുഴപ്പമില്ല. അപ്പോൾ ഈ പണം ഉണ്ടാവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാം നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് മെച്ചപ്പെട്ട് ഒരുപാട് പേർക്ക് അത് ചെയ്തിട്ട് മെച്ചം കിട്ടിയ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, പക്ഷെ നിങ്ങളിത് ചെയ്തിക്കണോ ഇല്ലേന്ന് അറിയില്ല. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, പക്ഷെ നമ്മളതൊന്നും ചെയ്യാതെ നമ്മളിൻ്റെ കാര്യം ശരിയാവണില്ല പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഞാനടക്കം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണുണ്ടോ? ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ പറയാനുള്ളത്, എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പണ്ഡിത മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള, ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ബുക്കിൽ റെഫർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചെറിയ സൂറത്താണ് സൂറത്തു ശർഹ്. അലം നശ്റഹ് ലക സദ്റക്. ഈ സൂറത്തിനെ 40 പ്രാവശ്യം 40 ദിവസം ഈ 5 വക്ത് നിസ്കാരശേഷം ഓതിയാൽ നമുക്ക് ഫലം എന്തായാലും കിട്ടും, ഉറപ്പാണ്. 40 ദിവസം. പക്ഷെ നമുക്കെല്ലാവർക്കും നമുക്ക് ഓരോ തിരക്കുകളാണ്. നമ്മളിപ്പോൾ ഓരോ അമലും അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ തന്നെ ഒരു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു ഇസ്മിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നീനു അല്ലേ. അപ്പോൾ അത് ഞാൻ ലൈവ് ഇടാൻ 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം എന്നൊക്കെ എൻ്റെ ലൈവിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ എൻ്റെ സമയത്തിൻ്റെതും പിന്നെ നമ്മളൊരു വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെപ്പാടെ ആയതുകൊണ്ട് അത് നടക്കണില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഓരോ കാര്യങ്ങൾ, ചായ കഞ്ഞി ചോറ് കാരണമായി തന്നെ അങ്ങനെ ഓരോ ചുറ്റുപാടും കാരണമായി നടക്കാത്തത് കൊണ്ട് അത് നിർത്തി അങ്ങനെ വെച്ചു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ ഈ 40 ദിവസം ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ പണ്ഡിത മഹത്തുക്കൾ പറയണത് 7 ദിവസം ചെയ്യാനാണ്. എൻ്റെ അടുത്തുള്ള ആ ബുക്കിലൊക്കെ പറയണത് 7 ദിവസം ചെയ്യാനാണ്. ആ 7 ദിവസം ചെയ്താൽ 7 ദിവസം 5 വക്ത് നിസ്കാരത്തിന് ശേഷം 40 പ്രാവശ്യം ഈ അലം നശ്റഹ് സൂറത്ത് ഓതാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങും. കുറച്ചും കൂടി പിന്നെ എന്നിട്ടും ഒരു പരിഹാരമാർഗമോ എന്നിട്ടും ഇതിലൊരു മാറ്റമൊന്നും കാണില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടി ചെയ്യാനാണ് അങ്ങനെ പറയണത്. പിന്നെ ഒന്നും കൂടി. അപ്പോൾ ഈ 40 ദിവസം, അപ്പോൾ അതിലേറെ നമുക്ക് ഏറ്റവും ഉചിതം ഏതാണ്? നല്ല മനസ്സോടുകൂടി 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ദിവസവും 40 പ്രാവശ്യം ചൊല്ലാനും ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് ഉയരാൻ, നമ്മുടെ വിഷമങ്ങൾ നീങ്ങും. കാരണം ആ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒരു എളുപ്പം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഒരു എളുപ്പം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ. പിന്നെയും വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ സൂറത്ത് വളരെയധികം മഹത്വമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സാമ്പത്തികമായിട്ട് നമുക്ക് ആരുടെ മുന്നിലൊരു വില ഉണ്ടാവില്ല. ഇനി എന്തിന് നമ്മളെ മക്കൾ അത് വേണമ്മ അത് വേണപ്പ പറയുമ്പോൾ നമ്മളെ കയ്യിൽ അത് വാങ്ങിക്കൊടുക്കാനില്ലെങ്കിൽ അതിൻ്റെ വേദന എത്രേ. പിന്നെ നമുക്ക് ഇനി ഒന്നും വേണ്ട, ഒരു വീട്ടിലേക്ക് നമുക്ക്
കുടുംബക്കാരെ വീട്ടിലേക്കൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനോ അതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു അതിൻ്റെയൊക്കെ ഒരു വിഷമം എത്രയാണ് അല്ലേ? അങ്ങനെ ഒരുപാട് വിഷമമുള്ളവരുണ്ടോ, ഞാനടക്കം ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ വീട് പണിയൊക്കെ പൂർത്തിയാവാതെ തറയിട്ട് കണ്ട് അങ്ങനെ വെച്ച ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നമ്മൾ മനുഷ്യർ. അതൊക്കെ നമുക്ക് മാത്രമാണ് എഴുതിക്കാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ അള്ളാഹു നമുക്ക് തരുന്ന ഒരു പരീക്ഷണമാണ്. ഓൽക്ക് എത്ര ഉണ്ട് എന്നൊക്കെ, ഓൽക്ക് എത്രത്തോളം ക്ഷമ ഉണ്ട് എന്നൊക്കെ എന്നുള്ളതിനുള്ള പരീക്ഷണങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഓരോ പരിശ്രമങ്ങൾ മഞ്ചദ്ദ പരിശ്രമിച്ചാൽ വിജയം ഉണ്ടല്ലോ. അപ്പം നമ്മളെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ജീവിതം മെച്ചപ്പെടുത്തുക. അള്ളാഹുവിനോട് നമ്മൾ എത്രത്തോളം ചോദിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടം കൂടും. അള്ളാഹു നമുക്ക് എന്തായാലും അത് തരാതിരിക്കില്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ചുരുങ്ങിയത് 40 വട്ടം 7 ദിവസം തുടർച്ചയായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഫലം ഉറപ്പാണ്. ചെയ്ത് നോക്കിയിട്ട് ഫലം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. കുറച്ച് തിരക്കിൽ പെട്ടു കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ പറഞ്ഞു?